ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആവറേജ് കണ്ടെത്താനുള്ള മറ്റൊരു രീതി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ഒരുമ കുടുംബശ്രീ ഹോട്ടൽ ദേ യൂസ്ഡ് 50 കിലോഗ്രാം റൈസ് ഫോർ 5 days ഫ്രം മൺഡേ ടു ഫ്രൈഡേ. ഇൻ ട്യൂസ്ഡേ ദേ യൂസ്ഡ് 1 kilogram മോർ റൈസ് ദാൻ യൂസ്ഡ് ഇൻ മൺഡേ. നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിൽ കണ്ട അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്, ഓരോ ദിവസം കൂടുമ്പോഴും 1 കിലോഗ്രാം വീതം കൂടിയിട്ടാണ് അവർ ഉപയോഗിച്ചത് അല്ലേ. ടോട്ടലി 50 കിലോഗ്രാം ഉപയോഗിച്ചെന്ന് പറയുന്നുണ്ട്. എങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറുകളെല്ലാം കണ്ടെത്താൻ കഴിയുമോ എന്ന് നോക്കാം കേട്ടോ. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്, എന്തൊക്കെയാണ്? സിമിലർലി ഇൻ 5 days ഹൗ മച്ച് എമൗണ്ട് ഓഫ് ദ റൈസ് ഈസ് യൂസ്ഡ്. ടോട്ടലി 5 ദിവസത്തിൽ എത്ര എമൗണ്ട് അരിയാണ് യൂസ് ചെയ്തത്. വാട്ട് ഈസ് ദ ആവറേജ് എമൗണ്ട്, എന്താണ് ആവറേജ്. സെയിം എമൗണ്ട്, ഓരോ ദിവസവും എത്ര എമൗണ്ട് അവർ യൂസ് ചെയ്തു. വേർ ദേ യൂസ്ഡ് ദ സെയിം എമൗണ്ട് ഓഫ് റൈസ് ഇൻ ഈച്ച് ഡേ. എല്ലാ ദിവസവും ഒരേ എമൗണ്ട് അരിയാണ് ഉപയോഗിച്ചത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടെത്തുന്ന വിധം നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവും. അതേ രീതിയിൽ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ ആക്ടിവിറ്റി തന്നിട്ടുള്ളത് എന്താണെന്ന് നോക്കാം. എന്താണ് ഫസ്റ്റ് ആക്ടിവിറ്റി? കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ഫൈൻഡിങ് എമൗണ്ട് ഓഫ് റൈസ് യൂസ്ഡ് ഇൻ ഈച്ച് ഡേ. ഓരോ ദിവസവും അവർ യൂസ് ചെയ്ത അരിയുടെ അളവ് ഈ ടേബിളിൽ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. എങ്ങനെ നമ്മൾ കണ്ടെത്തിയിരുന്നത്, എങ്ങനെയാണ്? 50 കിലോഗ്രാം 5 ദിവസത്തേക്ക് നമ്മൾ ശരാശരി എത്ര കിട്ടി? 10 കിലോഗ്രാം. അപ്പോൾ 10 കിലോഗ്രാം എന്നുള്ളത് ഒറ്റ സംഖ്യയാണെങ്കിൽ എവിടെ വരും? അപ്പോൾ എങ്ങനെ വരുന്നു നോക്കാം. 8 + 9 + 10 + 11 + 12 അവിടെ അതാണ് നമ്പേഴ്സ്. അപ്പോൾ തമ്മിൽ കൂട്ടി നമുക്ക് 50 കിട്ടുന്നുണ്ട്. ആകെ കിലോഗ്രാം റൈസ് എത്ര കിലോ ഉണ്ടെന്ന്. ദെൻ ടോട്ടൽ നമ്പേഴ്സ് 5 ആണ്. ദെൻ 50/5, അവിടെ 40 എന്നുള്ളത് ഒരു പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. 50/5 = 10 കിലോഗ്രാം എന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ രീതിയിൽ എങ്ങനെയൊക്കെയാണ് താഴെയുള്ള ഈ മോർ എക്സാമ്പിൾസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ കേസ് നോക്കുക. 18 ആണ് സമ്മ് കിട്ടുന്നത്. ദെൻ നമ്പേഴ്സ് 3 ആണ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് 6 എന്ന് കിട്ടും. ദെൻ 6 ആവറേജ് ആണ്. അത് തൊട്ട് മുമ്പത്തെ നമ്പർ എത്രയാണ്? 5. തൊട്ട് ബാക്കിലുള്ളത് 7. ഈ രീതിയിൽ കിട്ടും. അടുത്തതുപോലെ 15 ആണ് സമ്മെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3 കിട്ടി. 3 ആവറേജ് ആണെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ളത് 2, തൊട്ട് ബാക്കിൽ 4. ദെൻ 2ൻ്റെ തൊട്ട് മുമ്പിലുള്ളത് ഏതാണ്? 1. 4ൻ്റെ തൊട്ട് ബാക്കിൽ 5. അപ്പോൾ നമുക്ക് 5 നമ്പറും കിട്ടിയല്ലോ. ഈ രീതിയിലാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഇനി അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി. എങ്ങനെയാണ് ശരാശരി നമുക്ക് കിട്ടാൻ ഈസിയാണ്. സം ഡിവൈഡഡ് ബൈ, എങ്ങനെയാണ് കാണുന്നത്? സം ഡിവൈഡഡ് ബൈ നമ്പേഴ്സാണ് അല്ലേ ശരാശരി കാണാനും. പക്ഷേ ഇവിടെ എന്താണ് അത്യാവശ്യമാണ്, കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ നമ്പേഴ്സ് എന്തായിരിക്കണം? കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്, അത് തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകളായിരിക്കണം. മാത്രമല്ല എന്താണ്, ഇവിടെ നമ്പേഴ്സ് എത്ര എണ്ണം ആണ്? ഒറ്റ എണ്ണമായിരിക്കണം അല്ലേ. 5 എണ്ണത്തിൻ്റെ ആവാം, 7 എണ്ണമാവാം, 3 എണ്ണമാവാം. അങ്ങനെ ഒറ്റ നമ്പേഴ്സ്, ഒറ്റ അക്കങ്ങളിലായിരിക്കണം അവയുടെ എണ്ണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ രീതിയിൽ എന്ത് കണ്ടെത്താൻ കഴിയുള്ളൂ? അതിൻ്റെ ശരാശരി കണ്ടെത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ശരാശരി കാണുന്നത് നമുക്ക് മനസ്സിലായി. ഇനി താഴെയുള്ള പിരമിഡ്സ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? റൈറ്റ് എനി 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ, ഏതെങ്കിലും 5 കോൺസിക്യൂട്ടീവ് നമ്പർ എഴുതുക. ഫൈൻഡ് ദെയർ സം, അവയുടെ സമ്മ് കാണണം. ഡസ് ദ മിഡിൽ നമ്പർ ഹാവ് എനി റിലേഷൻ വിത്ത് സം, നമ്പറുമായിട്ട് മിഡിൽ നമ്പറിന് സമ്മുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ദെൻ വാട്ട് ഇഫ് യു ടേക്ക് 9, അതുപോലെ തന്നെ ആദ്യം 5 ആണല്ലോ എടുത്തത് അല്ലേ. ഇനി 9 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എടുക്കുക, അതും ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. അങ്ങനെ അതിലെ മിഡിൽ നമ്പറിന് അതിൻ്റെ സമ്മുമായിട്ടുള്ള ബന്ധം നോക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്താണ്. ഇനി ഈവൻ നമ്പേഴ്സ് ആണെങ്കിലോ മിഡിൽ നമ്പർ കിട്ടുമോ? ഇല്ല. അപ്പോൾ എങ്ങനെയാണ് അത് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. ഇനി ആക്ടിവിറ്റി 4 എന്ന് നോക്കുക കേട്ടോ. ദ സം ഓഫ് 7 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് 70 ആണ്. 7 കോൺസിക്യൂട്ടീവ് നമ്പറിൻ്റെ സമ്മ് 70 ആണെങ്കിൽ എത്രയായിരിക്കും അതിൻ്റെ ആവറേജ്? 70/7 അല്ലേ, 10 വരും. അങ്ങനെയെങ്കിൽ അതിൻ്റെ ബാക്കി നമ്പേഴ്സ് കാണാമല്ലോ. 10 ആണെങ്കിൽ മുൻപിലും എത്ര ഉണ്ടാവും? ആവറേജ് 10 ആണ്. അതായത് സെൻട്രലിലാണല്ലോ വരുന്നത്. സെൻട്രലിൽ 10 വന്ന് പിന്നെ 7 നമ്പേഴ്സ് ആകുമ്പോൾ എന്തുണ്ടാവും?
മധ്യത്തിൽ ഒരു നമ്പർ ആണെങ്കിലും അതിൻ്റെ തൊട്ട് മുന്നിൽ 3 നമ്പേഴ്സും തൊട്ട് ബാക്കിൽ 3 നമ്പേഴ്സും ഉണ്ടാവും. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ആകുമ്പോൾ എന്താണ് 10 ആണെങ്കിൽ ടെന്നിൻ്റെ തൊട്ട് മുമ്പിൽ എന്തായിരിക്കും 11 ആയിരിക്കും. അതിൻ്റെ തൊട്ട് ബാക്കിൽ അല്ല 10ൻ്റെ തൊട്ട് മുമ്പിൽ 9 ആയിരിക്കും, തൊട്ട് ബാക്കിൽ 11 ആയിരിക്കും. അങ്ങനെ ആ രീതിയിൽ 7 നമ്പേഴ്സ് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുപോലെ ദ സം ഓഫ് 8 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്. ദ നാച്ചുറൽ നമ്പർ അതിൻ്റെ എന്താണ് സം എത്രയാണ് 92 അല്ലേ. 8 എണ്ണം ഉണ്ടെങ്കിൽ 92 ആണ്. ദെൻ അതിൻ്റെ ആവറേജ് എങ്ങനെ വരും എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്പേഴ്സ് എങ്ങനെയായിരിക്കും വരിക? ആവറേജ് വന്നാൽ